ഇപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇത്തരത്തിലൊരു പ്രചാരണ രീതികളൊക്കെ പറയുന്നു. ചാണ്ടിയുമ്മന്റേതായ ചില രീതികൾ മറ്റു സ്ഥാനാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയ്ക്ക് BJPയുടെ ഒരു പ്രകടനത്തിലേക്ക് ചാണ്ടിയുമ്മൻ ഇറങ്ങിച്ചേർന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് നിന്ന് കിട്ടിയ ഒരു വിദ്യയാണ്. അങ്ങനെയല്ലോ ഇപ്പൊ അദ്ദേഹം ഇവിടെ ഒരാളെങ്കിലും നമ്മൾ ഒരു കൈ കൊടുത്തെന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് പൊളിറ്റിക്സോ ഒരു വിദ്യ ഒന്നും ആകത്തില്ലല്ലോ. ആർക്ക് വേണമെങ്കിൽ നമുക്ക് കൈ കൊടുക്കാം. അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണമെന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മളോട് അതേ രീതിയിൽ അവരും ആ വേവ് ലെങ്ത് ഉള്ളവരാ. അവരും അവരുടെ മഹനീയത കൂടി പറയണമല്ലോ. അവരും തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. മറ്റു ചില പാർട്ടിക്കാരുണ്ട് കണ്ടാൽ പോലും ചിലപ്പോൾ മിണ്ടാതെ പോയി കളയും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ വന്നവരും വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു. ഞാനും പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്തു, അവർ റെസ്പോണ്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ അർത്ഥം ഞങ്ങൾ രാഷ്ട്രീയമായി യോജിച്ചു എന്നല്ല. രാഷ്ട്രീയമായി വേറെ വ്യത്യാസം അവിടെ നിൽക്കുമ്പോഴും ചില രാഷ്ട്രീയ മര്യാദ അത്രയേ ഉള്ളൂ. ആ രാഷ്ട്രീയ മര്യാദ വെച്ച് കൊടുത്തുപോലും ഇപ്പോൾ നാട്ടിൽ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മറിയ ഉമ്മൻ സ്ഥാനാർത്ഥിയാവും എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് അതിന് ഇടംകൊരിട്ടത് ചാണ്ടി ഉമ്മനാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ വിമർശനമാണ്. ഇതൊക്കെ ഒരു ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? മക്കളുടെ രാഷ്ട്രീയം. ഈ പറഞ്ഞൊരാരെയും കാണുന്നില്ലല്ലോ ഇപ്പം. ഒന്നല്ല രണ്ടുപേരും, ചിലപ്പോൾ നാളെ 3 പേരെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. അതിനകത്തൊരു തെറ്റില്ല. പക്ഷെ വർക്ക് ചെയ്ത് വരുന്നതിന് ഒരു പ്രശ്നമില്ല. ആർക്ക് വേണേൽ വർക്ക് ചെയ്ത് വരാം. ഇപ്പം ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും മകനാകട്ടെ മകളാകട്ടെ ഒരു പ്രശ്നമില്ല. വർക്ക് ചെയ്ത് വരുന്നതിൽ ഒരു ഇഷ്യൂ ആരും ഒന്നും പറയില്ല. അത് അതിൻ്റെ ഒരു രീതിയുണ്ട്. അതിന് പാർട്ടിയുടെ സമീപനമുണ്ട്. പാർട്ടി ഉദയപൂർ കോൺക്ലേവ് എടുത്ത തീരുമാനമുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 2 പേരാകാം, പക്ഷേ 5 വർഷമെങ്കിലും ഇയാൾ പ്രവർത്തിച്ചിരിക്കണം എന്ന് പാർട്ടിയുടെ ഒരു തീരുമാനം കൂടിയുണ്ട്. എൻ്റെ തീരുമാനമല്ല. അപ്പോൾ പാർട്ടി എന്തോ തീരുമാനമെടുത്തു, ഞാൻ അതിനുമായിട്ടൊരു ബന്ധവുമില്ല. നിങ്ങളെല്ലാം കൂടെ എന്നെ പൊട്ടിക്കൊഴിക്കുക. കാരണം ചിലർ ഇതൊരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവരെ തന്നെയാണ് എന്നെ ഹാഗിയ സോഫിയയുടെ പേരിൽ ആക്രമിച്ചത്. അവർ തന്നെയാണ് എൻ്റെ ഫാദറിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നത് പറഞ്ഞവർ. അവർ തന്നെയാണ് ഇതേ കഥകൾ ഇപ്പോഴും ഉണ്ടാക്കി നടക്കുന്നത്. അത് മാധ്യമങ്ങളുടെ ഒരു എന്താ പറയുക, അവർക്കൊരു ഹോബിയാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാന്നുള്ളത്. എൻ്റെ സഹോദരി മത്സരിക്കാത്ത പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമോ? എനിക്ക് അതിനകത്ത് റോളില്ല. എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടില്ല, എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടില്ല. അപ്പോഴല്ലേ അഭിപ്രായം പറയാൻ പറ്റൂ. അഭിപ്രായം ചോദിക്കാതെ ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ചുമ്മാ വഴി പോകുന്നതെല്ലാം എൻ്റെ ഏണി വെച്ച് നിങ്ങൾ തരിക, ഞാൻ പിടിക്കാൻ. അതിനാണ് ഇപ്പോൾ 24 വന്നിരിക്കുന്നത്.